അൾട്ടിമേറ്റ് സ്നേഹത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര പേരാണുള്ളത്? ഈ എത്ര പേർക്ക് എന്റെ ജീവിതത്തില് എന്റെ കർത്താവ് എല്ലാ കാര്യത്തിലും ഇടപെടും എന്ന് ഉറച്ചു വിശ്വസിക്കാനായിട്ട് ആർക്ക് പറ്റും? ഉറപ്പിച്ചോ. നിരാശ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, പിശാച് നല്ല പണി തുടങ്ങി എന്നുള്ളത്. സഹനമുണ്ട്, നല്ല രീതിയിൽ സഹനമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഇതില്ലാതെ നിങ്ങളുടെ വിശുദ്ധീകരണം നടക്കില്ല എന്ന് കർത്താവിന് അറിയാം. നിന്റെ ജീവിതത്തിൽ ഒരു സഹനം ഇല്ല എങ്കിലേ, നിന്റെ ജീവിതത്തിൽ ഒരു വേദന ഇല്ല എങ്കിലേ നീ കർത്താവിലേക്ക് വരില്ല എന്ന് ആർക്കറിയാം? കർത്താവിന് നല്ല രീതിയിൽ അറിയാം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ എന്ന് പറയണം. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൽ പൂർണ്ണമായിട്ട് പ്രത്യാശിക്കുന്നുണ്ടോ? കർത്താവിൽ വിശ്വസിച്ച് പ്രത്യാശിച്ച് ജീവിതത്തിലെ സഹനങ്ങള്, വേദനകള്, കഷ്ടപ്പാട് വരുന്ന സമയത്ത് വിശ്വസ്തയോടെ എങ്ങനെ വിശ്വസിച്ച് പ്രത്യാശയിലായിരുന്ന് കർത്താവിനോട് വിശ്വസ്തയോട് ചേർന്ന് ഇന്ന് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? വിശ്വാസം, പ്രത്യാശ, പിന്നെ സ്നേഹം വരുന്നുണ്ട്. സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞിട്ട് അൾട്ടിമേറ്റ് സ്നേഹത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? ഈശോ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവമാണ്. എന്നെ സ്നേഹിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ സ്നേഹത്തിലേക്ക് നമ്മൾ വരണം എന്നാണ്. ആ സ്നേഹം, അതായത് ഈശോയുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയണമെന്ന് കർത്താവ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആ സ്നേഹം, അത് ഞാൻ ചോദിച്ചേ, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കണം, ഈശോയെ ഇങ്ങനെ വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഒരു ജീവിതത്തിൽ പ്രശ്നം വന്നു, നിങ്ങൾ ഇപ്പോ ഞാൻ കെവിൻ പറയുന്നത് കേട്ടു, അതുപോലെ തന്നെ ലിൻഡ പറയുന്നുണ്ട്, കുറെ ആൾക്കാർ പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര പേരാണുള്ളത്? ഈ എത്ര പേർക്ക് എന്റെ ജീവിതത്തില് എന്റെ കർത്താവ് എല്ലാ കാര്യത്തിലും ഇടപെടും എന്ന് ഉറച്ചു വിശ്വസിക്കാനായിട്ട് ആർക്ക് പറ്റും? ഇടപെടുന്ന, അതായത് പിന്നോട്ടില്ല മുന്നോട്ടില്ല, ഇടപെടുന്ന ഒറ്റ ഡയലോഗ് തറപ്പിച്ച് പറയാൻ പറ്റുന്ന ചോദ്യം. ഇനി അങ്ങനെ പറ്റുന്നില്ലായിരിക്കാം. ചിലപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ അതിലേക്ക് എത്തുവാണെന്നാണ് പറയും. എന്നെ യെസ് ഐക്യാൻ എന്നൊക്കെ അടിക്കുന്നുണ്ട്. യെസ്, ആ ഐക്യാൻ പറയുമ്പോഴും ആ ഒരു സംഭവം ഉണ്ട്. എന്റെ അടുത്ത് ഞാനൊരു വട്ടം കൗൺസിലിങ്ങിന് പോയ സമയത്ത് ഒരു ബ്രദർ കൗൺസിലിംഗ് സ്വീകരിക്കാണ്. ബ്രദർ എന്നോട് ചോദിക്കാണ്, അഗാസി നീ എത്രമാത്രം നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ ബ്രദറിന്റെ അടുത്ത് ഈശോയെ സ്നേഹിക്കുന്നുണ്ടോന്നോ? യെസ് സ്നേഹിക്കുന്നു പറയും. ബ്രദർ അടുത്ത ഡയലോഗ് വീണ്ടും, നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആളെ എന്റെ അടുത്ത് ചോദിച്ചു, അഗാസി നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോന്ന്. എനിക്കൊരു പന്തികേട് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ ബ്രദറിനോട് ചോദിക്കുക സ്നേഹിക്കുന്നില്ലേന്ന്. അതിപ്പോ അത് നാലാമത്തെ ചോദിക്കാൻ നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ്. ഇത് മറ്റേ പത്രോസിന്റെ അടുത്ത് ഈശോ ചോദിച്ച പരിപാടിയാണല്ലോ എന്ന് ഞാൻ ബ്രദറിന്റെ അടുത്ത് അങ്ങോട്ട് ഞാൻ പറഞ്ഞേ. അത് കഴിഞ്ഞ് ആ ബ്രദറിന് തന്നെ ഒരു 2 വർഷം കഴിഞ്ഞ സമയത്ത് ഞാൻ വീണ്ടും കാണാനായിട്ട് ഇടവന്നു. ബ്രദറിന്റെ അടുത്ത് ചോദിച്ചു. അത് എനിക്ക് പിന്നീടേക്ക് മനസ്സിലായി, ആളെല്ലാം വരുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലായിടത്തും ചോദിക്കുന്നത്. അപ്പോ ആള് ഇങ്ങനെ ചോദിച്ചു, മഗസി നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 2ാം വട്ടം ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് പണ്ടത്തെ സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. 3ാം വട്ടം ചോദിച്ചപ്പോ ഞാൻ തറപ്പിച്ച് പറഞ്ഞു, ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ബ്രദർ ഒന്നും മിണ്ടിയില്ല. അതാണ് സംഭവം. നമ്മൾ എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ഈശോയിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ 1-2 വചനം ഒന്ന് പറയുവാണെങ്കിൽ, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. ഹെബ്രായർ 11:6 കർത്താവ് പറയാ, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് എപ്പോഴാണ് നിരാശ വരുന്നത്? നമുക്ക് നിരാശയും വിഷമം വരുന്നപ്പോഴാണ്. നമ്മളൊരു കാര്യം കിട്ടണം എന്ന് ആഗ്രഹിച്ചു, അത് കിട്ടേണ്ട കാര്യം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടേണ്ട അളവിൽ കിട്ടുന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് സ്പോട്ടിൽ എന്ത് വരും? ആദ്യം ഒരു വിഷമം വരും. ഈ വിഷമം അങ്ങോട്ട് ഇടയ്ക്ക് വീണ്ടും ഒന്ന് ചിന്തിക്കും, അന്നാരിക്ക് കിട്ടിയില്ല അല്ലെ കർത്താവേ. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചിന്തിക്കും, എന്നാലും ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിശാച് പതുക്കെ പണി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് നിരാശയായിട്ട് അടുത്ത ലെവലിലേക്ക് ഈ സംഭവം ടേക്കപ്പ് ചെയ്ത് പോണേ. ഉറപ്പിച്ചോ, നിരാശ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, പിശാച് നല്ല പണി തുടങ്ങി എന്നുള്ളത്. ഇത് വരുമ്പോ തന്നെ ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. യോഹന്നാന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തില് 1-ാം തിരുവചനത്തിൽ പറയുന്നു,
നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. യോഹന്നാൻ 14:1 കർത്താവ് പറയാ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുക, ഇപ്പൊ ഞാനിത് പറയണ എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് മുമ്പത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള അനുഭവങ്ങളൊന്നല്ല. ഇവിടെ വന്ന് ഭയങ്കര സെറ്റപ്പിൽ പറയുന്നുണ്ട് എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കരുത്. സഹനമുണ്ട്, നല്ല രീതിയിൽ സഹനമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഇതില്ലാതെ നിങ്ങളുടെ വിശുദ്ധീകരണം നടക്കില്ല എന്ന് കർത്താവിനറിയാം. നിങ്ങളുടെ ആത്മാക്കളെ ദൈവം അസൂയയോടെ അഭിലഷിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു സഹനം ഇല്ല എങ്കിലേ, നിന്റെ ജീവിതത്തിൽ ഒരു വേദന ഇല്ല എങ്കിലേ നീ കർത്താവിലേക്ക് വരില്ല എന്ന് ആർക്കറിയാം? കർത്താവിന് നല്ല രീതിയിൽ അറിയാം. ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ട്, ഈ എത്ര പേര് ഇരിക്കണാണെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഈശോയെ തേടി വന്നിട്ടുണ്ടാവുക? ഒന്നെങ്കിൽ അവന്റെ ജീവിതത്തില്, ഒന്നെങ്കിൽ ഈശോയുടെ സ്നേഹം കൊണ്ട്, ആത്മാർത്ഥമായ ഹൃദയത്തിലുള്ള സ്നേഹം കൊണ്ട്, അത് കർത്താവ് അവന് കൃപ കൊടുത്തുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ സഹനത്തിൽ നിന്നാണ് ഇവിടെ ചേർത്തിട്ടുണ്ടാവുക. ഈ 2 മെത്തേഡ്, ഒന്ന് കർത്താവ് പ്രത്യേകം ഗിഫ്റ്റ് കൊടുത്തിട്ട് ആ സ്നേഹത്തിലേക്ക് ഈ പ്രായത്തിൽ തന്നെ ഉയർത്തി, ഇല്ല എങ്കിൽ കഠിനമായ സഹനങ്ങളിലൂടെ, കുറച്ച് സഹനങ്ങളിലൂടെ നമ്മൾ ഇവിടേക്ക് എത്തി. അതാണ് റിയാലിറ്റി. ഇനി സഹനമില്ലാത്ത ആരെങ്കിലും ഉണ്ട്, ഭയങ്കര ഹാപ്പിയുള്ള ലൈഫാണെങ്കിൽ ഇത് കേൾക്കണമെന്നില്ല. അതെനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്, നമ്മുടെ കർത്താവിൽ നമുക്ക് പ്രത്യാശയുണ്ടോ? പ്രത്യാശിക്കാനായിട്ട് നമ്മുടെ ആ പ്രത്യാശയെ നമ്മൾ വിട്ടു പോകുന്നുള്ളതാണ്. കർത്താവ് പറയാം, നിന്റെ എല്ലാ പ്രവൃത്തിയും ദൈവവിചാരത്തോടെ ആട്ടെ എന്ന് കർത്താവ് പറയണ്ട. നിന്റെ എല്ലാ പ്രവൃത്തിയും ദൈവവിചാരത്തോടെ ആട്ടെ. ഈശോ കൊണ്ടുവരുന്നത് എന്താ? കർത്താവ് കൊണ്ടുവരുന്നത് സമാധാനമാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം നേരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ഈശോ കൊണ്ടുവരുന്നത് സമാധാനമാണ്. ഇനി സമാധാനമല്ലാതെ പിശാച് കൊണ്ടുവരുന്നത് എന്താ? പിശാച് കൊണ്ടുവരുന്നതാണ് നിരാശയും ഡിപ്രഷനും, അല്ലെങ്കിൽ അസ്വസ്ഥതയും, ഭിന്നിപ്പും, ശാപത്തിന്റെ വാക്കുകളും. ഇതെല്ലാം കർത്താവ് തരുന്നത് എന്താ? അനുഗ്രഹത്തിന്റെ വാക്കുകള്, അതുപോലെ തന്നെ മീൻസ് അനുഗ്രഹമായ ഉയർച്ച, കൃപകള്, ഇതൊക്കെയാണ് സമാധാനം, ഇതൊക്കെയാണ് കർത്താവ് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ തിരിച്ചിട്ടും നമ്മുടെ ലൈഫിൽ ഒരു സംഭവത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇപ്പൊ എന്റെ അവസ്ഥ എന്താണ്? അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണം, അതായത് ഞാൻ നിരാശയിലാണോ അതോ ഞാൻ കർത്താവിനുള്ള പ്രത്യാശയിലാണോ? ഞാൻ നിരാശയിലാണോ അതോ കർത്താവ് എന്റെ കാര്യത്തിൽ ഇടപെടും എന്നുള്ളൊരു ഉറപ്പിലാണ്, വിശ്വാസത്തിലാണ്. ഈശോ ആഗ്രഹിക്കുന്ന അതാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്ക്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചേർക്കപ്പെടുമെന്ന് കർത്താവ് മത്തായി 6:33 പറയുന്നുണ്ട്. കർത്താവിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കർത്താവ് തരും. എന്നെ ഞാൻ നേരത്തെ ഒരു കൗൺസിലർ കാര്യം പറഞ്ഞു. ഇതേപോലെ എന്നെ ഒരു വളരെയധികം സ്വാധീനിച്ചൊരു വ്യക്തിയുണ്ട്. ആൾ എൻ്റെ അടുത്ത് 2 വചനം, കുറച്ചധികം വചനങ്ങൾ എല്ലാ പ്രാവശ്യം തരും, പക്ഷെ 2 വചനം ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. ഒന്ന് സുഭാഷിതം 23:17 തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ടച്ചിങ് ആയിരിക്കും. ഒന്ന് നോക്കിയോ, സുഭാഷിതം 23:17 വചനം എങ്ങനെയാണ്? നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. ഇങ്ങനൊരു വചനം നിങ്ങൾ ബൈബിളിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കണേ, ഇങ്ങനൊരു വചനം നിങ്ങൾ ബൈബിളിൽ കണ്ടിട്ടോ? സുഭാഷിതം 23:17 കർത്താവ് പറയാം, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ടെന്ന്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അതായത് നീ എന്താണോ വിചാരിക്കുന്നത് ഇതിന് ഭംഗം നേരിടുകയില്ല എന്ന്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. മകനെ ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക. മകനെ ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. അപ്പൊ സുഭാഷിതം 23:17 കർത്താവ് ഈ വചനം പറയുമ്പോ തന്നെ അതില് 19-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മകനെ ശ്രദ്ധിച്ചു കേൾക്കുക, മകളെ ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ടെൻഷനും കാര്യങ്ങളും നിരാശയിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ വിവേകം നഷ്ടപ്പെടുത്തരുത്, നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കരുതെന്ന് കർത്താവ് വചനത്തിൽ തന്നിട്ടുണ്ട്. കാരണം എന്താ? അവിടെ തൊട്ട് മുമ്പത്തെ 17-18 കർത്താവ് വചനം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയം പാപിൽ നോക്കി അസൂയപ്പെടേണ്ട, എപ്പോഴും ദൈവത്തിൽ ഉറച്ചു നിൽക്കുക, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം നേരിടുകയില്ല എന്ന്. ക്ലിയർ ആയോ? ഇനി എനിക്ക് 2-ാമത്തെ വചനം കിട്ടിയ എങ്ങനെയാണ്? 1 പത്രോസ് 5-ാം അധ്യായം 6, 7, 8 തിരുവചനങ്ങളാണ്. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴില് നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്ത്, വാക്ക് ഇമ്പോർട്ടൻറ്റ്. തക്ക സമയത്ത്, ഏതെങ്കിലും സമയത്ത് ഉയർത്തിക്കൊള്ളുന്നു അങ്ങനെയല്ല, തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും.
ദൈവത്തിന്റെ ശക്തമായ കരത്തിൽ താഴ്ന്നു നിൽക്കുവിൻ, അവിടെ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ തേലിപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നി. അപ്പൊ 8-ാം വചനത്തിൽ പറയാ, 7-ാം വചനത്തിൽ പറയാ, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെല്ലാം നിരാശപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോയി, അയ്യോ വണ്ടാറടങ്ങിയിരിക്കുന്ന ആരൊക്കെ ഉണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നവരെ പിടിക്കാനായിട്ട് തുടക്കത്തിൽ തന്നെ പിശാച് തുടങ്ങി. ഇങ്ങനെയുള്ളവരെ പിടിച്ച് അവന്റെ കൂടെ ചേർക്കാനും അങ്ങനെ ക്ലീൻ ആക്കി കളയാനും വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന ഒരു പിശാചുണ്ട് ചുറ്റും. അപ്പൊ നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ നിന്നെ വിഴുകണം, എന്നെ വിഴുകണം അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയുന്ന ഒരു ഭാഗമുണ്ടേ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുകയും. അവിടെ ഒരു വിശ്വാസം വേണം. നിന്റെ കർത്താവ് നിന്റെ കാര്യത്തില് എന്റെ കാര്യത്തിൽ ഇടപെടുമെന്നും ആ ഒരു വിശ്വാസം ബോധ്യം വേണം. അതായത് ബൈബിൾ പറയുന്നുണ്ട്, വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കില്ല. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കില്ല. അതായത് കർത്താവായ യേശുവിൽ വിശ്വസിക്കും, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ടേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ. ഇപ്പൊ നീ അനുഭവിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും, നിന്റെ വേദനയാണെങ്കിലും, ചിലപ്പോ ആരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിലും, ഇത് നിന്റെ കർത്താവിനും നിനക്കും അറിയാലോ. നീ ഇത് ആരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. വിശ്വസിച്ച് വിശ്വാസത്തോടെ കാത്തിരിക്കണം. ഈ അബ്രാഹത്തിന്റെ ഒരു കഥയുണ്ടല്ലോ, അതായത് 25 വർഷം അബ്രാഹം മക്കള് ഇല്ല, ഇത്ര നാള് മക്കളില്ലാതെ കാത്തിരുന്നു. വാഗ്ദാനം പറഞ്ഞിട്ട് പിറ്റേ വർഷമല്ല കർത്താവ് മറ്റേ അബ്രാഹത്തിന് മക്കളെ കൊടുത്തിട്ടുള്ള. 25 വർഷം കാത്തിരിക്കുകയാണ്. ഈ 25 വർഷം ചില്ലറ സംഭവം. 25 വർഷം നമുക്കൊരു ദിവസം ഇപ്പൊ കിട്ടും, കർത്താവ് എനിക്കിത് വേണം, കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടും. 1 വർഷം, 2 വർഷം, 5, 10, 15, 24-ാം വർഷം അവനൊരു ചാഞ്ചാട്ടം ഉണ്ടായി. ആ ചാഞ്ചാട്ടം അറിയോ? 24-ാം വർഷം വിശ്വാസികൾ പിതാവായ അബ്രാഹത്തിന് ചാഞ്ചാട്ടം ഉണ്ടായി. ചാഞ്ചാട്ടം ഇതാണ്, നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറെ ആൾക്കാര് നിനക്കത് ചെയ്യായിരുന്നില്ലടാ, നിനക്കത് ചെയ്യായിരുന്നില്ലേ, ഇതെല്ലാം ചെയ്യണ്ടായെന്ന് പറഞ്ഞാൽ കുറെ പേര് ഇങ്ങനെ ഉപദേശിക്കാൻ വരും. അതായത് നീ ചിലപ്പോ വിശ്വാസത്തിൽ ഇങ്ങനെ അടിയുറച്ച് ഇങ്ങനെ പവറായിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ. പ്രത്യാശയിൽ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിനെ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് നിന്റെ കൂട്ടുകാര്, ചിലപ്പോ നിന്റെ വീട്ടുകാര്, നിന്റെ നാട്ടുകാര് ചിലപ്പോ ഇങ്ങനെ പറയേ, നീ ഇങ്ങനെയല്ലേ ചെയ്യണ്ടേ, ഇങ്ങനെയാണെന്ന് പറയും. അതായത് നീ കർത്താവിനെ ആശ്രയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിന്നെ ഇങ്ങനെ തളർത്താൻ നോക്കിയിട്ട് ഒട്ടയിലോ പറയും, നമുക്ക് അന്നച്ചാ വേറെ പരിപാടി ചെയ്യും. അതായത് നീ വിശ്വാസത്തിൽ പോവും, നമുക്ക് ഇതല്ല, നമുക്ക് വേറെ പരിപാടി ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ നീ അടക്കം കുഴിയിൽ വീഴും. 24 വർഷം കാത്തിരിക്കുന്ന സമയത്ത് കർത്താവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻസ് അബ്രാഹം എന്ത് ചെയ്തു, സാറയുടെ വാക്കൊന്ന് കേട്ടു. സാറ പറഞ്ഞു, എന്തായാലും 24 വർഷമായി കാത്തിരിക്കുന്നു, ഇനി കർത്താവ് ചിലപ്പോ പറ്റിക്കും. അപ്പൊ നീ ഒരു കാര്യം, അബ്രാഹമെ, നമ്മുടെ ഇവിടെ ദാസിപ്പെണ്ണ് നമ്മുടെ ഹാഗാറുണ്ട്, ഹാഗാറിനെ ഒന്ന് കെട്ടിക്കോ, എന്നിട്ട് അതിലൊരു മക്കൾ ഉണ്ടായിക്കോ എന്ന് ആര് ബുദ്ധി ഉപദേശിച്ചു? ആര് കൊടുത്തു? നമ്മുടെ സാറ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. ഇത് കേട്ട് അബ്രാഹാം എന്ത് ചെയ്തു? ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും കർത്താവ് ആദ്യമേ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക്, ഈ മിസ്റ്റേക്ക് വരുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്ക് വരാം. എങ്ങനെ? നമ്മൾ ചിലപ്പോൾ സ്പിരിച്വലി സ്ട്രോങ് അല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. സ്പിരിച്വലി നമ്മൾ സ്ട്രോങ് അല്ല എങ്കിൽ ചിലപ്പോൾ നിരാശയിലാണ്, ചിലപ്പോൾ ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വരിക. അപ്പൊ നിങ്ങൾ കർത്താവിനോട് ആലോചന ചോദിക്കണം, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് കർത്താവ് 1 പത്രോസ് 5, 6, 7, 8, 9 പറയുന്നത്, ദൈവത്തിന്റെ എന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. ഒന്ന് കാത്തിരിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഇടപെടും. കർത്താവിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം നിന്നെ വിശുദ്ധീകരിക്കുക. നീ മൂലം നിന്റെ കുടുംബത്തെയും നിന്റെ ചുറ്റുപാടുകളെയും നിന്റെ കൂട്ടുകാരെയും നാട്ടുകാരെയും ഏട്ടവകയും എല്ലാം വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് എന്ത് ചെയ്യണേ? ഈ ഒരു കാര്യം ചെയ്യണേ. നിന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ നിന്നെ കടത്തിവിടുമ്പോൾ നിന്നെ വിശുദ്ധീകരിക്കുക. കർത്താവിന് ഒരു പ്ലാനും പദ്ധതി ഉണ്ട്. കർത്താവിന് അറിയാം ഇത് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത്. ദാനിയേൽ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ തള്ളിവിട്ടാക്കും മുമ്പ് കർത്താവിന് അറിയാം ഇതിന്റെ എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ പറ്റുന്നത്, എവിടെയാണ് ഇതിന്റെ കീ ഇരിക്കണേ എന്നുള്ളത് ആർക്കറിയാം? കർത്താവിനറിയാലോ. അവിടെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, നീ എന്നോട് ചോദിക്കേ, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാമെന്ന് കർത്താവ് പറയുന്നത്. അതാ
നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പൊ കർത്താവിനോട് ചോദിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ചോദിച്ച് നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ മുന്നേറുമ്പോൾ അവിടെയാണ് പറയുന്നത്, സുഭാഷിതം 3:6 പറയുന്നത്, നിന്റെ എല്ലാ പ്രവൃത്തിയും ദൈവവിചാരത്തോടെ ആട്ടെ എന്ന് പറഞ്ഞു. നിന്റെ എല്ലാ പ്രവൃത്തിയും ദൈവവിചാരത്തോടെ ആകുമ്പോൾ സങ്കീർത്തനം 91:14 കർത്താവ് പറയുന്നുണ്ട്, അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഇപ്പൊ കെവിൻ, നീവ, ആഷ്ലി ഇവരെന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവരെ രക്ഷിക്കും, ഇവരെന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവരെ സംരക്ഷിക്കുന്നു കർത്താവ് പറയുന്നത്. കർത്താവിന്റെ ഉറപ്പാണ്, കുറുപ്പിന്റെ ഉറപ്പല്ല, കർത്താവിന്റെ ഉറപ്പാണ്. മനസ്സിലായോ? അപ്പൊ ആ വിശ്വാസത്തിലേക്ക്, ആ ബോധ്യത നമ്മൾ വളർന്നു വരാം. കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. നിന്റെ ജീവിതത്തിൽ പ്രശ്നം, വേദനയും സഹനമൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ, പഠിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്ത് ഇഷ്യൂസ് ആണെങ്കിലും, ചിലപ്പോൾ ഇനി പറയാൻ പറ്റാത്ത ഇഷ്യൂസ്, എന്ത് പ്രശ്നത്തിലും കർത്താവിന്റെ ഹിതം നോക്കണം. ഇനിയൊരു കാര്യമുണ്ട്, പാപത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ നീ അനുദപിക്കണം. നീ എവിടെ നിൽക്കുന്നോ അവിടെ അനുദപിക്കും. പാപത്തിലാണെങ്കിൽ കർത്താവിന് പ്രവർത്തിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഇപ്പൊ ഈ ദിവസങ്ങളിൽ ചില ആൾക്കാർ ഇങ്ങനെ ഷെയറിങ് അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയുന്ന സംഭവം ഒന്ന് രഹസ്യഭാവങ്ങളിൽ വിട്ടെടുക്കുന്ന അവസ്ഥയാണ്. ഞാൻ പറയുന്നത് ആത്മീയ മേഖലയിൽ നിങ്ങൾ തിരിച്ചറിയണം. ആത്മീയ മേഖല ഞാൻ അത് പറയാൻ വിചാരിച്ചില്ല, പക്ഷെ ഇവിടെ പറയുന്നത് എന്തോ ഒരു പ്രചോദനം. ആത്മീയ മേഖലയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരെ പിശാച് പിടിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് രഹസ്യഭാവങ്ങളാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കേട്ടത് ഇങ്ങനെയാണ്, ആത്മീയം ഒരു കെണി വരുന്ന ഇങ്ങനെയാണ്. അതായത് ആത്മീയം, ഇനി നിങ്ങൾ തന്നെ അത് ചിന്തിക്കണം. അതായത് ചില ആളുകൾ ആത്മീയമായിട്ട് ഞാൻ സഹായിക്കാൻ, സ്പിരിച്വലി സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിങ്ങനെ അടുത്തുകൂടും. പക്ഷെ അവരുടെ ഉദ്ദേശം മറ്റു പലതുമാണെങ്കിൽ നിങ്ങൾ കെണിയിൽ വിടും. നിങ്ങളുടെ റോൾ മോഡൽ എപ്പോഴും ഈശോ ആയിരിക്കണം. നിങ്ങളുടെ റോൾ മോഡൽ ഈശോയാണ്. ഈശോയോടാണ് നിങ്ങൾ ആലോചന ചോദിക്കേണ്ടത്. കർത്താവിനോട് നിരന്തരം സംസാരിച്ച് മുന്നേറണം. കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കണം. നീ നടക്കേണ്ട വഴി കർത്താവ് നിനക്ക് കാണിച്ചു തരും. പിന്നിൽ നിന്ന് ഒരു സ്വരം നീ ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് കർത്താവ് നിന്നോട് പറയും. ഇത് ഇങ്ങനെ പറയുന്നൊരു ദൈവമുണ്ട്. അത് നീ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യും. ഇത് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയാനും അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുണയും തിരിച്ചറിയാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്കാണ് കർത്താവ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവ്. ഇനി ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നീ ആ പ്രശ്നം നിന്റെ കഴിവുകൊണ്ടും നിന്റെ ബുദ്ധി കൊണ്ടുമാണ് പരിഹരിക്കാൻ നീ നോക്കുന്നെങ്കിൽ കുഴിയിൽ വീഴും, ഉറപ്പാണ്. നിന്റെ ബുദ്ധി നിന്റെ കഴിവിൽ മാത്രം. എന്റെ ഒരു ഫിനാൻസിന്റെ ഒരു മേഖല ഉണ്ടായിരുന്നു. എന്റെ മുന്നോർത്താവേ, ഞാൻ ഈ സംഭവത്തിൽ പെടും ചെയ്തു, എങ്ങനെ ഊരാന്ന് ഞാൻ നോക്കിയിട്ട് എനിക്കൊരു വഴിയില്ല. ഞാനാണെങ്കിൽ ഞാൻ കുറെ ട്രൈ ചെയ്യും, കടക്കാൻ പറ്റണ്ടേ. അവസാനം എന്റെ അടുത്ത് കർത്താവ് ഇങ്ങനെ പറയാം, എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടേ, എടാ നീ അത് എന്റെ കയ്യിൽ തായോ എന്ന് കർത്താവ് പറയുന്നുണ്ട്. എനിക്ക് കൊടക്കാൻ പറ്റണ്ടേ. ഇതവസ്ഥയാണ് നമുക്ക്. നമ്മുടെ വിഷമങ്ങള്, വേദനകള് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോഴാണ് കർത്താവിനെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുക. ആ ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം. കർത്താവിൽ പ്രത്യാശയോടെ ആയിരിക്കണം. നിന്റെ ഹൃദയം പാപിൽ നോക്കി അസൂയപ്പെടേണ്ട. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയും തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. ദൈവത്തിന്റെ ശക്തമായ കരത്തിൽ കഴിഞ്ഞ് താഴ്പോടെ നിൽക്കുകയും അവിടുത്തെ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. വിശ്വസിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.